ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്രോച്ചസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്രോച്ചസ് ഓഫ് പ്രോബബിലിറ്റി ഓർ ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിൽ 3 അപ്രോച്ചസ് ആണ് വരുന്നത്. അതായത് ഒന്നാമത്തെ വരുന്നത് ക്ലാസിക്കൽ ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രയോറി മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയും. ഇനി രണ്ടാമത്തെ വരുന്നത് റിലേറ്റീവ് ഫ്രീക്വൻസി തിയറി അല്ലെങ്കിൽ എംപിരിക്കൽ തിയറി ഓഫ് പ്രോബബിലിറ്റി, ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയും. ഇനി മൂന്നാമത്തെ വരുന്നത് സബ്ജക്റ്റീവ് അപ്രോച്ച് ആണ്, സബ്ജക്റ്റീവ് അപ്രോച്ച്. ദെൻ നെക്സ്റ്റ് നാലാമത്തെ വരുന്നത് ആക്സിയോമെറ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന മറ്റൊരു അപ്രോച്ച് കൂടിയാണ്. അപ്പൊ ഇതിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെയും അതേപോലെ ഈക്വലി ലൈക്ലി ഇവന്റിന്റെയും കേസിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണോ അതിന്റെ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് വരുന്നത്, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി കിട്ടും എന്നുള്ളതാണ്. അതായത് നോർമലി നമ്മൾ പറയുന്ന പ്രോബബിലിറ്റി, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഈക്വലി ലൈക്ലി അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി, അതായത് നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹെഡ് വരാനും അതേപോലെ ടെയില് വരാനുമുള്ള സാധ്യത എന്താണ്, ഈക്വലി ലൈക്ലി ആണ്. അതായത് രണ്ടിനും ചാൻസ് 1/2 ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി എന്ന് പറയുന്നത്. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഹെഡ് വന്നു കഴിഞ്ഞാൽ ടെയിൽ ഒരിക്കലും വരില്ല. അപ്പൊ രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, രണ്ടും ഒരുമിച്ച് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരം കേസിൽ വരുന്ന ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി കിട്ടും എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് വൺ വരുന്നത് റിലേറ്റീവ് ഫ്രീക്വൻസി തിയറി അല്ലെങ്കിൽ എംപിരിക്കൽ തിയറിയാണ് വരുന്നത്. അതായത് ഇവിടെ നമ്മളൊരു ഇവന്റിന്റെ പ്രോബബിലിറ്റി പറയുന്നത് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ് ആണ്. അതായത് ലാർജ് നമ്പർ ഓഫ് ടൈംസിൽ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് കുറേ പ്രാവശ്യം നമ്മൾ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാൽ അങ്ങനെ അവസാനം നമുക്ക് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു പ്രോബബിലിറ്റിയിൽ, ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇഫ് ആൻ എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ആൻ എക്സ്ട്രീംലി ലാർജ് നമ്പർ ഓഫ് ടൈംസ്, കുറേ തവണ നമ്മൾ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് എ പെർട്ടിക്കുലർ ഔട്ട്കം ഒക്കേഴ്സ് a percentage of time, then the percentage is close to the probability of that outcome. അതായത് അതിന്റെ പ്രോബബിലിറ്റി ഏകദേശം എന്തായിട്ട് വരുന്നു, ശരിയായിട്ട് വരും എന്നുള്ളതാണ്. അവിടെ റിലേറ്റീവ് ഫ്രീക്വൻസി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രോബബിലിറ്റി പറയുന്നത്. അത് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്, കുറെ പ്രാവശ്യം പാസ്റ്റിൽ ഉണ്ടായ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തു അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വരുന്നത് സബ്ജക്റ്റീവ് അപ്രോച്ച് ആണ്. അതായത് സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം പേഴ്സണൽ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഓൺ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അതായത് ഒരു ഇവന്റ് സംഭവിക്കുമോ എന്നത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഒരാളുടെ വ്യക്തിപരമായ ജഡ്ജ്മെന്റിലൂടെ അല്ലെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ വരുന്നത് ആക്സിയോമെട്രിക് അപ്രോച്ച് ആണ്. ഇവിടെ ആക്സിയോമെട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു 3 ആക്സിയംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി വാല്യൂ ഓൾവേസ് ലേസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0ന്റെയും 1ന്റെ ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. പ്രോബബിലിറ്റി വാല്യൂ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവന്റ് എന്തായാലും സംഭവിക്കും എന്നുള്ളതാണ്. ഇനി പ്രോബബിലിറ്റി വാല്യൂ 0 ആണെങ്കിൽ ഇവന്റ് തീരെ സംഭവിക്കില്ല എന്നുള്ളതാണ് 0യുടെ അർത്ഥം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ആക്സിയം എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി വാല്യൂ 0യുടെയും 1ന്റെയും ഇടയിലായിരിക്കും എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് വൺ ആണ് പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത്
നമ്മൾ നോർമലി പഠിക്കുന്ന ഒരു സാമ്പിൾ സ്പേസ്. ഓക്കെ, ഒരു സാമ്പിൾ സ്പേസ്, ആ സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് എസ്. ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്നുള്ളതാണ്. അതായത് രണ്ട് ഇവന്റുകൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്യാത്ത രണ്ട് ഇവന്റുകളുടെ കേസിൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 3 ആക്സിയംസിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് എന്ത്? ആക്സിയോമെട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത്രയും അപ്രോച്ചസ് ആണ് നമ്മൾ പ്രോബബിലിറ്റിയിൽ പഠിക്കുന്നത്. ഓക്കെ.